നൊബേൽ സമാധാന പുരസ്കാരത്തിന് വരെ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തു. വൈറ്റ് ഹൗസിൽ പോയി വിരുന്നും കഴിച്ചു. രാജ്യം ഖനനം ചെയ്യാൻ അമേരിക്കയ്ക്ക് തുറന്നു മലത്തി ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ഒടുവിൽ അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാന് കിട്ടിയത് പഞ്ചപുച്ഛവും പരിഹാസവും മാത്രം. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന മുറവിളിയുമായി പാക് നിരീക്ഷകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ഇറക്കുമതി തീരുവ ട്രംപ് 18% വെട്ടിച്ചുരുക്കിയതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. പാകിസ്ഥാന് നിലവിൽ ലഭിക്കുന്ന 19%-ത്തേക്കാൾ കുറഞ്ഞ നിരക്കാണിത്. ട്രംപിനെ വിശ്വസിച്ച് കൂടെ നിന്നത് അബദ്ധമായി പോയി എന്നാണ് പാക് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇപ്പോൾ വിലപിക്കുന്നത്. പാക് സേനാ മേധാവിയും പ്രധാനമന്ത്രിയും പലതവണ നേരിൽ കണ്ട് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പഹൽഗാം വിഷയത്തിലടക്കം ട്രംപിന്റെ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ സോപ്പിടൽ പരിപാടികളൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യ വമ്പൻ നേട്ടമുണ്ടാക്കിയതാണ് പാകിസ്ഥാനെ വെട്ടിലാക്കിയത്. ഇങ്ങനെയും നേടാം എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് കൈമാറാമെന്ന പാക് വാഗ്ദാനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് പാകിസ്ഥാന് ശരിക്കും ശ്വാസം മുട്ടിക്കുമെന്നാണ് മുതിർന്ന പാക് നിരീക്ഷകൻ നജാം സേധി മുന്നറിയിപ്പ് നൽകുന്നത്. ചുരുക്കത്തിൽ ട്രംപിനെ വിശ്വസിച്ചിറങ്ങിയ പാകിസ്ഥാൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ്. വാർത്തകൾ തുടരുന്നു. ന്യൂസ് ഇന്ത്യ.